മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തീവ്രവാദി മഴുധനിയെ കുറിച്ച് ബോധമുള്ള സകല ആളുകൾക്കും അറിയാം മഴുധനി തീവ്രവാദി തന്നെയാണ് എന്ന്. എന്നാൽ ഇതൊക്കെ തീവ്രവാദി മഴുധനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയിൽ ആരെങ്കിലും പ്രസംഗിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും കണ്ടിരുന്നോ? ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ബി ഗോപകുമാർ BJP MLA ഇന്ന് കേരള നിയമസഭയിൽ ഒരു പുതുചരിത്രം കുറിച്ചിരിക്കുന്നു. മഴുധനിയെ വെറും തീവ്രവാദി എന്ന് പോലും അല്ല പറഞ്ഞത്, അന്താരാഷ്ട്ര തീവ്രവാദി മഴുധനി എന്ന് തന്നെ ബി ഗോപകുമാർ എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കും. ഈ നിയമസഭയില് ഇന്ന് നമ്മൾ കണ്ടത് മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടില് ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത്, ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. കാര്യം നിങ്ങൾ രണ്ടുപേരും ദേശീയ അടിസ്ഥാനത്തിൽ ഒരേ മുന്നണിയുടെ ഘടകകക്ഷികളാണ്. ഒരു സഖ്യകക്ഷിക്ക് അത്തരം കാര്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ കുറവ് ഒന്ന് സംഭവിക്കണം. LDFന്റെ ഭരണകാലത്തെ രൂപയുടെ മൂല്യം കണക്കാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. മറ്റൊന്ന്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ലോകസഭ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ഇവിടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. സാർ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം, ആ സമരത്തിന് വിദേശ ഫണ്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയില് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തില് വിദേശ ലോബികൾ വിദേശ ഫണ്ടിങ് നടത്തി നമ്മുടെ സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കൊടുത്ത പോലീസ് റിപ്പോർട്ടിലും ആ കലാപത്തിന് പിന്നില് വിദേശ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലിനെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുന്നു. എത്ര സുന്ദരമായ മറുപടിയാണ് BJP MLA ബി ഗോപകുമാർ ഇന്ന് നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ FCRA നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയമൊക്കെ നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഏതായാലും ഐക്യകണ്ഠേനയുള്ള നിയമസഭയുടെ ആ പ്രമേയം പാസ്സാക്കലൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. പകരം LDF UDF കൂടി ഒരുമിച്ച് FCRA നിയമ ഭേദഗതി നിയമത്തിനെതിരേക്ക് വലിയ രീതിയിൽ പ്രമേയമൊക്കെ പാസ്സാക്കിയതിന് യജാതി മറുപടിയാ ബി ഗോപകുമാർ കൊടുത്തിട്ടുള്ളത്. മാറാട് കലാപത്തിൽ പോലും വിദേശ ഫണ്ട് വന്നിട്ടുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ വിദേശ ഫണ്ട് വന്നിട്ടുണ്ട്. ഈ വിദേശ ഫണ്ടൊക്കെ തന്നെ വരുന്നത് നിർത്തലാക്കുന്ന ഏത് തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ട് നിർത്തലാക്കുന്നൊരു നിയമം രാജ്യത്ത് കൊണ്ടുവരുമ്പോ നമ്മുടെ കേരളത്തിലെ LDF UDF കൂടെ അതിനെതിരെ പ്രമേയം പാസ്സാക്കുക. സകല മലയാളികളും തിരിച്ചറിയണം, BJP കേരളത്തിൽ ഇന്നേ വരെ ഭരണം നടത്തിയിട്ടില്ല. കേരളം ഭരിച്ചത് UDF LDF ആയിരുന്നു. ഇക്കാലം അത്രയും അവരുടെ പോലീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിദേശ ഫണ്ട് തീവ്രവാദ മാറാട് കലാപം പോലെയുള്ളതിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്ക് ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന ബി ഗോപകുമാർ പറയുന്നത്. BJPയുടെ പോലീസ് അല്ല, കേരളം ഭരിച്ച UDFന്റെയും LDFന്റെയും പോലീസ് സംവിധാനങ്ങൾ വിദേശ ഫണ്ട് എത്തിയതിനെ കുറിച്ച് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് എന്ന കൃത്യമായിട്ട് ബി ഗോപകുമാർ പറയുന്നത്. പിന്നെ രാജ്യവിരുദ്ധരെ തടയാൻ, വിദേശ കള്ളപ്പണം ഇവിടെ ഇറങ്ങാതിരിക്കാനൊക്കെ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതിനെ എതിർക്കുന്നത് അന്താരാഷ്ട്ര തീവ്രവാദി മഴുധനിയെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയവരാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു ബി ഗോപകുമാർ.
ഈ മനുഷ്യനിൽ അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. എത്ര സുന്ദരമായിട്ടാണ് ഓരോ വിഷയത്തിനും മണ്ടക്കടിക്കുന്നത് പോലെ UDF-നെയും LDF-നെയും ഒരേപോലെ മണ്ടക്കടിക്കുന്നത് പോലെയുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കണ്ടെത്തി സഭയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ. ഇവിടെ UDF-ഉം LDF-ഉം ഒരുമിച്ച് കൊള്ള നടത്തുന്നതിനെതിരെയും കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയിൽ ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞ LDF എത്തിയ സമയത്ത് UDF പറഞ്ഞു അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താനാണ് എന്ന്. അതേ സതീശൻ സർക്കാർ ഇപ്പോ അതേ നയവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ UDF-നെ എതിർക്കുന്നത് LDF-ന് അതിന്റെ കമ്മീഷൻ കിട്ടാഞ്ഞിട്ടാണ് എന്നുള്ളത് ഉൾപ്പെടെ BB ഗോപകുമാർ എടുത്തു പറയുന്നു. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളുടെ, ജിഹാദികളുടെ, തീവ്ര ചിന്താഗതിക്കാരുടെ, മോദി വിരുദ്ധരുടെ, BJP വിരുദ്ധരുടെ തലക്കടിയേറ്റതുപോലെയുള്ളൊരു മറുപടിയല്ലേ മഴുധനിയൊക്കെ നമ്മുടെ നിയമസഭയിൽ? അതെ, മഴുധനി തീവ്രവാദിയാണ് എന്ന് രേഖാമൂലമുള്ള ഒരു പ്രഖ്യാപനം കേരളം സ്വപ്നത്തിൽ പോലും ഇതുപോലെ ഒന്ന് കേൾക്കുമെന്ന് കരുതിയിരുന്നോ? കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുതുതലമുറ ഇതൊക്കെ കേട്ടാണ് വളരേണ്ടത്. മഹുജനിയെ പോലും ആരാധന നടത്തണമെന്നുള്ള രീതിയിൽ പല പ്രസ്താവനകളുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സത്യസന്ധമായിട്ട് മഹുജനി അന്താരാഷ്ട്ര തീവ്രവാദിയാണ് എന്ന് BB ഗോപകുമാരി വിളിച്ചു പറഞ്ഞത് നമ്മുടെ പുതുതലമുറക്ക് വേണ്ടിയിട്ട് കൂടിയാണ് എന്നുള്ളത് സകല മലയാളികളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്നതിൽ രേഖാമൂലമാണെങ്കിൽ, അത് നിങ്ങൾ നേരായ മാർഗത്തിൽ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ രീതിയിലുള്ള ആനുകൂല്യവും കേന്ദ്ര സർക്കാർ നൽകും. ഇത് കള്ളപ്പണം, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നതിനെ തടയാനാണ് ഈ FCRA ഒക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ബോധവും വെള്ളിയാഴ്ചയുമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതിപ്പോ UDF-ഉം LDF-ഉം ഒക്കെ കള്ളപ്പണം വരുന്ന അത് തടയുന്നതിനെതിരെ വരെ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പ്രമേയം പാസ്സാക്കുന്നുണ്ട് എങ്കിൽ UDF-ഉം LDF-ഉം ഒക്കെ ഒരുമിച്ച് ഏതൊക്കെ രീതിയിൽ കാട്ടുകൊള്ള നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും സകല മലയാളികളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും BJP MLA-മാർ നിയമസഭയിലേക്ക് എത്തിയതോടുകൂടിയിട്ട് LDF-ന്റെയും UDF-ന്റെയും കൂട്ടുകൊള്ള കച്ചവടങ്ങള് മലയാളികൾ ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ ചുട്ട മറുപടി LDF-നും UDF-നും കൊടുക്കുന്ന BB ഗോപകുമാറിന് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.